നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ കോളപ്പ് കഴിഞ്ഞ ശേഷം താൻ ഏറെ നിരാശനും ദുഃഖിതനുമാണ് എന്ന് മീഡിയയ്ക്ക് മുന്നിൽ പ്രതികരിച്ച നെയ്മർ ജൂനിയർ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് പറയുന്നു, താങ്ക് യു എവറി വൺ ഫോർ ദി കൈൻഡ് മെസ്സേജസ് ടുഡേ. എനിക്ക് നിങ്ങളയച്ച ആ മെസ്സേജുകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും അദ്ദേഹം അതിൽ കുറിക്കുന്നു, ഈ പ്രോസസ്സിൽ വിശ്വസിക്കുക, എന്താണ് നടക്കാനുള്ളത് അത് നടന്നിരിക്കും, വർക്ക് ഇൻ സൈലൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിന് പോകുമെന്ന പ്രതീക്ഷ എന്തായാലും അദ്ദേഹത്തിനുണ്ട്. കാർലോ അഞ്ചലോട്ടിയും അത് തള്ളിക്കളയുന്നില്ല. 100% ഫിറ്റാണെങ്കിൽ നെയ്മർ വേൾഡ് കപ്പിന് കൊണ്ടുപോകും എന്ന് തന്നെ അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോഴാണ് നെയ്മർ പറയുന്നത്, ട്രസ്റ്റ് ദി പ്രോസസ്സ്, നടക്കാനുള്ളത് നടന്നിരിക്കും, വർക്ക് ഇൻ സൈലൻസ് എന്ന് പറയുന്നു. സോ അദ്ദേഹം അതിനായിട്ട് കഠിന പ്രയത്നം നടത്തുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നത് ജോ 13:7 എന്നാണ്. അപ്പോൾ ഈ ജോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോൺ 13:7 എന്നുള്ളതാണ്. അതായത് ഒരു ബൈബിളിക്കൽ വേഴ്സാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജീസസ് റിപ്ലൈഡ്, യു ഡു നോട്ട് റിയലൈസ് നൗ വാട്ട് ഐ ആം ഡൂയിങ്, ബട്ട് ലേറ്റർ യു വിൽ അണ്ടർസ്റ്റാൻഡ്. അതാണ് നെയ്മർ ജൂനിയർ അവിടെ കുറിച്ചിരിക്കുന്നത്. യേശു മറുപടി പറഞ്ഞു, നീ ഇപ്പോൾ മനസ്സിലാക്കില്ല ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്, പക്ഷേ പിന്നീട് നീ അത് മനസ്സിലാക്കുമെന്ന്. ഏതായാലും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നെയ്മർ ജൂനിയർ കാത്തിരിക്കുന്നു അടുത്ത വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയോടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.